ഞാനിവിടെ ചെയ്യാൻ പോണത് ഒരു വെജിറ്റബിൾ കട്ട്ലറ്റാണ്. നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കിട്ടാറില്ലേ, ബീട്രൂട്ടൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കട്ട്ലറ്റ്. ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിന്ന് ചെയ്യണത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊട്ടാറ്റോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണത്. അപ്പോൾ അത് കാണാത്തവർ ആ ഒരു വീഡിയോയും കൂടെ കാണുക. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. അത് നമുക്ക് ഈ ആവിയിൽ വേവിക്കണ ഈ ഒരു പാത്രത്തിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ടാണ് വേണ്ടത്. ബീട്രൂട്ട് ഞാൻ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബീൻസാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമല്ല ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബീൻസ് ഇതിൽ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. കൂടെ ഒരു 1/2 കപ്പ് തന്നെ ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമല്ല വെജിറ്റബിൾസൊക്കെ ചേർക്കാമെന്ന്. പക്ഷേ ഈ ഒരു 4 വെജിറ്റബിൾ ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂടെ കുറച്ച് മസാലയും കൂടെ വരുമല്ലോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പച്ചക്കറി എല്ലാം വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേവുള്ളത് ഉരുളക്കിഴങ്ങിനാണ്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇത് അതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ ഇത്രയും വേവായിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് മസാല ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു പാന് ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ചെടുത്തതും പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാനിത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചിക്കൻ മസാലയും കൂടെ ചേരുമ്പോൾ ഈ ഒരു കട്ട്ലറ്റിന് ഒരു നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു മസാലപ്പൊടിയുടെ ഒരു പച്ചച്ചുവയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറണ വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലൊരു മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് നമ്മൾ വെജിറ്റബിൾസ് ആവിയിൽ വേവിച്ചെടുത്തത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല ചൂടാറിയതിന് ശേഷം ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിത് ഫ്രീസ് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ കട്ട്ലറ്റ് എല്ലാം. അതാണ് ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണത്. അപ്പോൾ ഇത് വെജിറ്റബിൾ കട്ട്ലറ്റ് ആയതുകൊണ്ട് ഞാൻ മുട്ട ചേർത്തിട്ടില്ല. കുറച്ച് മൈദ ഒന്ന് കലക്കിയതിന് ശേഷം അതിൽ മുക്കി ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതെല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും നമ്മൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുപോലെ ഒരു കേക്കിൻ്റെ മോൾഡ് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തതാണ്, എന്നിട്ട് ഫ്രീസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒട്ടും ഇതിൻ്റെ ഷേപ്പ് നമുക്ക് പോവില്ല. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇതിൻ്റെ പുറം ഭാഗം. ആ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു കളറ് കിട്ടൂല. നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ തിരിച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് കട്ട്ലറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കട്ട്ലറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മുറിച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. കാരണം ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മളിതിൽ ചിക്കൻ മസാലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.